പാലക്കാട് നമുക്കറിയാം ദിവിഷ ഇരട്ട വോട്ടൊക്കെ കുറേ ചർച്ചയായതാണ്. അതിൽ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ വിവാദമായത് ബിജെപിയുടെ ജില്ലാ പ്രസിഡന്റ് തന്നെയാണ്. ഹരിദാസിന്റെ ഇരട്ട വോട്ട് പട്ടാമ്പിയിലും പാലക്കാടും അല്ലെ. അപ്പം എന്താ ചെയ്ത് ആ ബൂത്തിൽ, അതായത് നിലവിൽ പാലക്കാട് എവിടെയാണോ ഹരിദാസിന് വോട്ടുള്ളത് അവിടെ AK സ്റ്റെഫിൻ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സ്റ്റെഫിൻ, ഹരിദാസ് എത്തിയോ, വരുമോ, വോട്ട് ചെയ്യുമോ? ആര്യ, ഏതായാലും ഹരിദാസ് ഇതുവരെ എത്തിയിട്ടില്ല. ഉച്ചവരെ എന്തായാലും അദ്ദേഹം എത്തില്ല എന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അദ്ദേഹം ഓരോ ബൂത്തുകൾ കേന്ദ്രീകരിച്ചുള്ള തിരക്കിട്ട ഓട്ടത്തിലാണ് എന്നുള്ളതാണ് നമ്മൾ ബന്ധപ്പെടുമ്പോൾ പറയുന്നത്. ഉച്ച കഴിഞ്ഞ് ഒരു പക്ഷേ അദ്ദേഹം ഇവിടെ എത്താനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അത് ഉറപ്പിച്ച് പറയാനുമാകില്ല. ഏതെങ്കിലും തരത്തിലുള്ളൊരു പ്രതിഷേധമൊക്കെ CPM-ന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്നും അതും ഒരു പ്രതിസന്ധിയായി തന്നെ നിൽക്കുന്നു. ഏതായാലും ഹരിദാസിന്റെ വിഷയത്തിൽ ഈ 2700 ഇരട്ട വോട്ടുകൾ ഇത്തരത്തിൽ കോൺഗ്രസും BJP-യും ചേർത്തു എന്നുള്ളതാണ് CPM ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. അതുമായി ബന്ധപ്പെട്ട് കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഇരട്ട വോട്ടുകളെല്ലാം തന്നെ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് കളക്ടർ തന്നെ ഇന്നലെ വിശദീകരിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം വന്നു കഴിഞ്ഞാൽ പോലും അദ്ദേഹത്തിൻ്റെ ഇരട്ട വോട്ടിനെ ചലഞ്ച് ചെയ്യുകയാണെങ്കിൽ, മറ്റു പാർട്ടികൾ ചലഞ്ച് ചെയ്യുകയാണെങ്കിൽ കൃത്യമായി അദ്ദേഹത്തിന് സത്യവാങ്മൂലം എഴുതി നൽകിയ ശേഷം, അദ്ദേഹത്തിന് കൃത്യമായി ഇവിടെയാണ് വോട്ട് എന്ന് സത്യവാങ്മൂലത്തിൽ എഴുതി നൽകിയ ശേഷം അദ്ദേഹത്തിന് വോട്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടാകുമെന്നുള്ളതാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അതൊരു രാഷ്ട്രീയ ആയുധമാക്കിക്കൊണ്ട് CPM ഒരുപക്ഷെ മാറ്റുകയാണെങ്കിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ കണക്കിലെടുത്തുകൊണ്ടായിരിക്കാം ഈ രാവിലെ ഏതായാലും ഈ വോട്ടുകൾ, പരമാവധി വോട്ടുകൾ ചെയ്യേണ്ട ഒരു സമയമാണ് ഉച്ചവരെയുള്ള സമയം. അതുകൊണ്ട് തന്നെ ആ സമയത്തൊന്നും തന്നെ വേണ്ടതില്ല, ഇങ്ങോട്ടേക്ക് എത്തേണ്ടതില്ല എന്നൊരു നിലപാടിൽ തന്നെയായിരിക്കാം BJP-യുടെ ജില്ലാ അധ്യക്ഷനും ഉള്ളതെന്ന് മനസ്സിലാക്കുന്നു. അദ്ദേഹം മറ്റ് പഞ്ചായത്തുകൾ, മാത്തൂരും അതോടൊപ്പം തന്നെ പിരാരി പഞ്ചായത്തുകളൊക്കെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. നഗരസഭാ മേഖലയിലേക്ക് വന്ന് വൈകിട്ടോടുകൂടി എത്തുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ഏതായാലും കാര്യമായൊരു തിരക്ക് നമുക്ക് ഇപ്പോഴും കാണാനായിട്ടില്ല. ആകപ്പാടെ 430 വോട്ടർമാർ മാത്രമേ ഇവിടെ ഉള്ളൂ. 190 പേർ ഇതിനോടകം തന്നെ വോട്ട് ചെയ്തിട്ടുണ്ട്. വലിയൊരു ക്യൂവോ തിരക്കോ ഒന്നും പറയാൻ ഇല്ലാത്തൊരു സാഹചര്യമാണ്. കഴിഞ്ഞ തവണ ഈ ബൂത്തിൽ ലീഡ് നേടിയത് ഷാഫി പറമ്പിലായിരുന്നു. 170ഓളം വോട്ട് അദ്ദേഹം നേടിയിരുന്നു. രണ്ടാമത് വന്നത് CPM ആണ്. അതുകൊണ്ട് തന്നെ നഗരസഭാ മേഖല നോക്കുകയാണെങ്കിൽ BJP-ക്ക് കൃത്യമായൊരു സ്വാധീനമുള്ള സ്ഥലമാണ്. ഏതാണ്ട് 6000-ന് മുകളിൽ ലീഡ് കഴിഞ്ഞ തവണ ഈ ശ്രീധരൻ ഉണ്ടായിരുന്ന നഗരസഭയിൽ ഈ ബൂത്തിൽ ഏതായാലും ഷാഫി പറമ്പിലായിരുന്നു ഒന്നാമത് എത്തിയിരുന്നത്. പക്ഷേ ഇപ്പോൾ മുന്നണികളെ സംബന്ധിച്ചിടത്തോളം ഏറെ ഒരു ചെറിയൊരു അങ്കലാപ്പെങ്കിലും ഉണ്ടാകുന്നത് ഈ പോളിംഗ് ശതമാനത്തിൻ്റെ കാര്യത്തിലാണ്. കഴിഞ്ഞ തവണ 42%, ഈ 2 മണിയോടെയൊക്കെ അടുപ്പിച്ചൊരു പോളിംഗ് ശതമാനം ഉയർന്നിരുന്നുവെങ്കിൽ ഇപ്പോൾ ഒടുവിൽ വന്ന 12:45 വന്ന കണക്കനുസരിച്ച് 34 മാത്രമാണ്. പോളിംഗ് ശതമാനത്തിൽ ഒരു വ്യത്യാസം തന്നെയാണ്. അത് ഇപ്പോൾ അവിടെ നിൽക്കുന്ന ബൂത്തിൽ രാവിലെ മുതലേ ആള് കുറവാണ്. പക്ഷേ ഇനിയിപ്പോ ഹരിദാസ് വന്നാലേ വോട്ട് ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് CPM പറയുന്നുണ്ട്. ഏറ്റവും പുതിയ കണക്ക് വരുന്നുണ്ട്. 1 മണിയിലെ ഏറ്റവും ലേറ്റസ്റ്റ് കണക്ക് 38.47%. അപ്പൊ വളരെ ചെറിയ രീതിയിലുള്ളൊരു മുന്നോട്ട് പോക്ക് മാത്രമാണ് ഇപ്പോൾ പോളിംഗ് ശതമാനത്തിൽ കാണാൻ കഴിയുന്നത്.